എൻ മനമേ നിൻ ആധാരമൻ മഷീഹാരാജരാജന്താ. എൻ മനമേ നിൻ ആധാരമൻ മഷീഹാരാജരാജന്താ. മാനം തന്നം മഹിമയതിൻ പെരുമ സർവവും നന്മശിഹ മഹാരാജൻ. എൻ മനമേ നിൻ ആധാരമൻ മഷീഹാരാജരാജന്താൻ. എൻ മനമേ നിൻ ആധാരമൻ മഷീഹാരാജരാജന്താ. നിൻ മൃദു സ്നേഹം അവർണ്ണനീയം, മൃദുനാദം മനോഹരം. നാളെയെ കൊണ്ടൻ ചിത്തം കലങ്ങിടതെന്നു സത്യമരുളിയവൻ നിത്യം പാലിക്കുന്നു. എൻ മനമേ നിൻ ആധാരമൻ മഷീഹാരാജരാജന്താ. എൻ മനമേ നിൻ ആധാരമൻ മഷീഹാരാജരാജന്താ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനാ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നതിനല്ല ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപതി സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. ഇത് ഈ വാക്യത്തിലൂടെ നാം ആരെയും നിസ്സാരരായി കാണരുത് എന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കഥയാണല്ലോ ആമയുടെയും മുയലിൻ്റെയും ഓട്ട മത്സരത്തിൻ്റെ കാര്യം. ഓട്ടത്തിൽ കേമനായ മുയൽ ആമയാണ് തന്നോടൊപ്പം മത്സരിക്കുന്നറിഞ്ഞപ്പോൾ പുച്ഛം തോന്നി. അവന് എന്നോടൊപ്പം ഓടി ജയിക്കുമോ? അങ്ങനെ മുയലിനെ നിസ്സാരനായി കണ്ടു. പക്ഷേ പരിണിതഫലം മുയൽ ലജ്ജിതനായി തീരേണ്ടി വന്നു. ഇതുപോലെയുള്ള മറ്റൊരു സംഭവമാണ് ദാവീദും ഗോലിയാത്തും. ഇടയച്ചെറുക്കൻ്റെ വേഷവും കയ്യിൽ കവണയുമായി ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് എതിർപ്പെട്ടപ്പോൾ ഗോലിയാത്തിനും ദാവീദ് നിസ്സാരനായി തോന്നി. അതിൻ്റെയും പരിണതഫലം മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുപോലെ യേശു തൻ്റെ ശിഷ്യന്മാരെയും തിരഞ്ഞെടുക്കപ്പെട്ട മുഖവന്മാരായവരെ പ്രമുഖർ പരിഹസിച്ച് തള്ളി. പക്ഷേ അവരിൽ കൂടി അസാമാന്യമായ വീര്യപ്രവൃത്തി ചെയ്യുന്നത് പരിഹസിച്ച് കാണുവാൻ സാധിച്ചു. യേശുവിനെക്കുറിച്ചും അപ്രകാരം തന്നെ പറഞ്ഞു, അവൻ തച്ചൻ്റെ മകനല്ലയോ എന്ന്. ദൈവദിനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 1:27 പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിപ്പാൻ തന്നെ. പല ഭവനങ്ങളിലും മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മൂത്തവൻ മണ്ടനാണ്, ഇളവൻ ബഹുമിടുക്കനാണ്. ഇങ്ങനെ നിസ്സാരന്മാരായി മനുഷ്യർ കണ്ടതിനെയെല്ലാം ദൈവം കരങ്ങളെടുത്ത് മാനിച്ചിട്ടുണ്ട്. ആരെയെല്ലാം നാം നിസ്സാരന്മാരായി കാണുന്നോ അവരെ തള്ളിക്കളയോ ദൈവം ചെയ്യുകയില്ല. ദാവീദിൻ്റെ കുടുംബത്തിലും ഇങ്ങനെ സംഭവിച്ചിരുന്നു. ഈശായിയുടെ മക്കളിൽ ഇളയവനായ ദാവീദിനെ ആരും അത്ര ഗവനിച്ചില്ല. ദാവീദ് തന്നെ പറയുന്നത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന്. മനുഷ്യർ നിസ്സാരനെന്ന് എഴുതി തള്ളിയ സ്ഥാനത്ത് ദൈവപ്രവൃത്തി നടക്കുന്നത് കാണുവാൻ സാധിച്ചത് ഈശായുടെ ഭവനത്തിൽ വെച്ചാണ്. ശോഭന തൈലക്കൊമ്പുമായി ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യാൻ ഒരുവനെ കണ്ടെത്താൻ തിടുക്കം കൂട്ടി ഈശായുടെ ഭവനത്തിലെത്തിയപ്പോൾ മാന്യന്മാരും പട്ടാളക്കാരും നിരനിരയായി നിന്നപ്പോൾ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ഞാൻ ഇവരെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന്. പ്രവാചകനാകെ ഒരുപക്ഷെ പരുങ്ങലിലായി കാണും. ഇനി എന്താണ് ചെയ്യുക? ഈശായിയെ വിളിച്ചു ചോദിച്ചു, നിനക്കിനി ആരെങ്കിലും മക്കളുണ്ടോ എന്ന്. അപ്പോൾ ഈശായി പറഞ്ഞു, ഇളയ ഒരു മകനുണ്ട്, അവൻ ആടുകളെ മേയ്പ്പാൻ പോയിരിക്കുന്നു. ശമൂവേൽ പറഞ്ഞു, അവനെ വേഗം വരുത്തുവാൻ. സംഭവം ഒന്നും മനസ്സിലാകാതെ ഇടയസഞ്ചിയുമായി കോമളനായ ഒരു ചെറുപ്പക്കാരൻ ശമൂവേലിന് മുമ്പിൽ എത്തിയപ്പോഴേക്കും ദൈവം ശമൂവേലിനോട്, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈശായുടെ കുടുംബം മുഴുവനും ഞെട്ടിക്കാണും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അവിടെ അരങ്ങേറിയത്. ഒരുപക്ഷെ യോസഫിനെ ദർശിച്ചതുപോലെ സഹോദരന്മാർ അവനോട് മനോഭാവം കാട്ടിയിരിക്കുക. അതുകൊണ്ടാണല്ലോ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. പ്രിയ ശ്രോതാക്കളെ,
നാം ആരെയും നിസ്സാരരായി കാണരുത്. കാരണം ദൈവം അവർക്ക് വേണ്ടി എന്താണ് സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത് ഒരു കണ്ണുപോലും കണ്ടിട്ടില്ല, ആർക്കും മനസ്സിലാകത്തുമില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ആരെയും കളിയാക്കാനോ അവരെ നിസ്സാരന്മാരായി കാണുവാനോ ഒരിക്കലും ഇടയാകരുത്. ദരിദ്രന്മാരെ തൃപ്തിപ്പെടുത്തുകയും സമ്പന്നന്മാരെ വെറുതെ അയക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഹൃദയവിചാരങ്ങൾ എങ്ങനെയുള്ളത്? നമ്മുടെ സഹജീവികളെ നാം നിസ്സാരന്മാരായി കാണാറുണ്ടോ? ഒരു മനുഷ്യന് ഒരു കയ്യിൽ 5 വിരലുകൾ ഉണ്ടെങ്കിൽ എല്ലാം ഒരുപോലെ അല്ലല്ലോ. എല്ലാവരിനെയും ദൈവം അല്ലയോ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. ഓരോന്നിനും അതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട്. ഒന്നിനെയും നിസ്സാരമായി തള്ളിക്കളയരുത്. ആകയാൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പറയാം, എല്ലാം ദൈവത്തിൻ്റെ വകയെന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ ദാനമെന്നും ദൈവസന്നിധിയിലേറ്റ് പറയാം. ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തയാൽ ഇന്ന് പകൽ സമയം വരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.